ഒരു പാട്ട് പാടാമോ? അത് പറഞ്ഞ് പാടാം, എന്നാ പാട്. അന്നേ മരിച്ചുപോയെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേ വന്നാര. ഓ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ തന്നു നിൻ കൃപാദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപാദാനം ജീവിച്ചിടുവാൻ. നിന്നാത്മശക്തിയാലെ നിത്യം നിറച്ചിടുന്നു ലോകത്തിൽ മോഹങ്ങൾ കൊണ്ട്. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ രാജ്യത്തിലാക്കിയല്ലോ നീ. ഇതാ ക്രിസ്തുവിനെ കണ്ടത് നിമിത്തം ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ നീക്കം വരാതെ എന്നെ കാക്കണം പൊന്നുനാഥ. നീക്കം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചെരുവോളം. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി. മടങ്ങി വരട്ടെ. ഞാൻ രണ്ട് ദൂത് പറഞ്ഞ് കയറിപ്പോയതാ. അറിയണം, രണ്ടാമത്തെ അറിവ് അനുഭവത്തിലെ അറിവാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യോഹന്നാൻ 3:1. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദെമോസ് എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുക്കൽ വന്നു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ദൈവം നിന്നോട് കിടയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. 4:10 യേശു ശമര്യക്കാരോട് പറയുക, എന്ത് പറയുന്നു? നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുറിപ്പാൻ ചോദിച്ചവൻ ആരും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ ഇങ്ങനെ അറിയുക. ഞാൻ വളരെ വളരെ കൂലങ്കഷമായൊരു ഗവേഷണം നടത്തി. അവിടെ എയ്ഡോ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. എയ്ഡോ, EIDO എന്ന് ഇംഗ്ലീഷിൽ എഴുതാവുന്ന എയ്ഡോ എന്ന് പറഞ്ഞ്, എഡോ എന്നൊന്ന് പറഞ്ഞ്, എഡോ എന്നൊന്ന് പറഞ്ഞ് മലയാളത്തിൽ എഡോ എന്നൊന്ന് പറഞ്ഞ്, എന്നിട്ട് അത് ഒന്ന് നീട്ടിയാൽ മതി. ഏയ് ഡോ എന്ന് പറഞ്ഞ്. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നിമോണിക്സ് എന്നൊക്കെ ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ഈ രീതിക്ക് പറയുന്നത്. മറക്കരുത്. എന്താ വാക്ക്? എയ്ഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ മിയർ അണ്ടർസ്റ്റാൻഡിങ്. അത് വെറും ഒരു അറിവല്ല. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് നോളജ് ഒബ്റ്റെയിൻഡ് ഔട്ട് ഓഫ് എ റെവലേഷൻ. വെളിപ്പാടിനാൽ, എൻ്റെ കണ്ണ് തെളിപ്പോയി കേട്ടോ. വെളിപ്പാടിനാൽ ഒരാത്യന്തിക സത്യം അറിയുക. ഇന്ന് രാവിലെ യേശുവിനെ അറിയണമെന്ന് യോഹന്നാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഒത്തിരി അറിവുണ്ട്. മത്തായി പറയും അവൻ രാജാവാണെന്ന്, മർക്കോസ് പറയും അവൻ ദാസനാണെന്ന്, ഹല്ലേലൂയ, ലൂക്കോസ് പറയും അവൻ മനുഷ്യനാണെന്ന്. പക്ഷെ യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഹി ഈസ് നൺ അതർ ദാൻ ഗോഡ് ഹിംസെൽഫ്. അവൻ സാക്ഷാൽ ദൈവപുത്രൻ. ആ അറിവ് പ്രാപിക്കാൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, ജഡരക്തങ്ങളല്ല മോനെ നിനക്കിത് വെളിപ്പെടുത്തിയത്, റിസീവ് ത്രൂ റെവലേഷൻ. ഇന്ന് രാവിലെ ഞാൻ ദൈവജനത്തോട് ദൂത് പറയുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിച്ച് എത്ര പേരുണ്ട്? കർത്താവേ, ഇത്ര നാൾ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചു, ഇത്ര നാൾ ഞാൻ പെന്തക്കോസ്തുകാരൻകാരിയായി ജീവിച്ചു. നോ, ഐ ആം ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് എ റെവലേഷൻ. എനിക്കൊരു വെളിപ്പാട് വേണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ആത്യന്തികമായ വെളിപ്പാട്. 1,00,000 രൂപ കൊടുത്ത് മതം മാറ്റി RSSകാരെ പറഞ്ഞാൽ നാളെ 4 ലക്ഷം കൊടുത്താൽ അവർ തിരിച്ചു പോകും. പക്ഷെ വെളിപ്പാട് കണ്ടവൻ
നത്തിങ് ക്യാൻ സെപ്പറേറ്റ്. പൗലോസിന്റെ ഭാഷ പറയാ 8:36 റോമർ. ഹല്ലേലൂയ. മരണത്തിന് ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ബിക്കോസ് ഐ ഹാവ് സീൻ എ റെവലേഷൻ. യേശുവിനെ കുറിച്ച് എനിക്കൊരു വെളിപ്പാട്. കമോൺ, കരം തട്ടി ദൈവത്തെ സ്തുതിക്കാമോ? യേശുവിനെ കുറിച്ച് ഒരു വെളിപ്പാട്. Come on, receive it, receive it, receive that revelation, receive it now, receive that revelation. Come on, hura bala vaida ratta. Yes, ക്രിസ്തുവിനെ കുറിച്ച് ഒരു ആകാശം ഇടിഞ്ഞു വരട്ടെ, ഭൂമി കാൽച്ചുവട്ടി മാറിപ്പോകട്ടെ, ലോകത്തിന് എന്തെങ്കിലും സംഭവിക്കട്ടെ, തച്ച് തകർന്ന് ഉടഞ്ഞു പോയാൽ ഐ ഡോണ്ട് കെയർ. ബിക്കോസ് ഞാൻ കണ്ട ഒരുവനുണ്ട് വെളിപ്പാടിനാൽ. ഈ സഭയോട് ജനത്തോട് എനിക്ക് പറയുവാൻ നിയോഗമുള്ള അടുത്തൊരു ദൂത് പറയാം. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്ത് പ്രാർത്ഥിച്ചു തുടങ്ങണം? കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള ആത്യന്തികമായ ഒരു വെളിപ്പാട് എനിക്ക് വേണം. ഞാൻ വേഗമായി അറിഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ പ്രസംഗം കേട്ട് അറിഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ പറഞ്ഞെന്നറിഞ്ഞിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സെമിനാറുകളിൽ പഠിച്ചിട്ടുണ്ട്, വരുന്ന പ്രസംഗം കേട്ട് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിപരമായ ഒരു വെളിപ്പാട്, എ പേഴ്സണൽ റെവൽ. എൻ്റെ അമ്മ ഒരു വെളിപ്പാട് കാണുന്ന സ്ത്രീയായിരുന്നു. അമ്മയുടെ ഉദരത്ത് വെച്ച് ഞാൻ തട്ടിപ്പോയൊരു പുള്ളിയാ. അതിനൊരു കാരണമുണ്ട്, ഞാനത് വിസ്തരിക്കാൻ സമയം എടുക്കുന്നില്ല. ചാവളിയായി തരണ്ട ഈ കുഞ്ഞിനെ അമ്മ പള്ളക്കോട്ട് കൈ വെച്ചിട്ട്, കർത്താവേ ഈ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ. അത് അന്നത്തെ രീതിയാണെന്നില്ല. വീട്ടിൽ 4 പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് ബലഹീന ചൂല പിടിച്ചതാണെങ്കിലും അല്ലെ എന്തോ അതുപോലെ വല്ല അതിന് ഞാൻ കർത്താവിന് കൊടുത്തു, കർത്താവ് സൗഖ്യമൊക്കെ എടുത്തോന്ന് പറയും. അന്നത്തെ രീതിയാണ്. ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. എന്നാൽ അവർ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള തലമുറയുന്നത് അവർക്ക് എത്ര അറിയത്തുള്ളൂ. എന്നാൽ ആ ദൈവം ആ ഭക്തി അങ്ങ് മാനിച്ചു കേട്ടോ. അങ്ങനെ ജീവൻ കിട്ടി പുറത്തു വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പഠിക്കാൻ മഹാബുദ്ധൂസായിരുന്നു, മൊണ്ണയായിരുന്നു. 8ാം ക്ലാസ് വരെ വന്ന പാടെ എനിക്കറിയാം. 8ാം ക്ലാസ് ക്രിസ്മസ് എക്സാമിനേഷൻ ചിരിക്കല് കേട്ടോ. എൻ്റെ പ്രൊഫൈൽ കേട്ടിട്ട് 8ാം ക്ലാസ് ക്രിസ്മസ് എക്സാമിനേഷന് എല്ലാത്തിനും തോറ്റുപോയി. എൻ്റെ ബാലൻസ് ഷീറ്റ് ഞാൻ ഒരെണ്ണം പറയാം. ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത് കെമിസ്ട്രിക്കാണ്. 50ൽ ഞാൻ 45 വർഷം മുമ്പുള്ള സംഭവം പറയുന്നത് കേട്ടോ. എൻ്റെ പാപ്പയ്ക്ക് ഒന്നൊരു ചായക്കടയുണ്ട്, ശൂർനാട് പോലീസ് സ്റ്റേഷൻ തൊട്ട് തെക്കവസ്ഥ. പാപ്പ പറഞ്ഞു, മക്കളെ യു ആർ ഗുഡ് ഫോർ നത്തിങ്. നീ നിന്നെ സ്കൂളിൽ വിട്ടിട്ട് കാര്യമൊന്നും. സോ യു ഹാഡ് ബെറ്റർ ബി വിത്ത് മീ ഇൻ ദ ടീ ഷോപ്പ്. ഞാൻ പപ്പയുടെ കൂടെ ഇവിടെ കൂടി ചായക്കട കൂടി. എനിക്ക് പാത്രം കഴിഞ്ഞ ക്ലാസ്സുകാരും ജോലിയൊന്നും എനിക്കില്ല. അന്ന് ഈ മോട്ടറും പമ്പൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ എത്ര വേണം, എന്ത് വേണം? എൻ്റെ ജോലി പ്രധാനമായിട്ട് വെള്ളം കോരുന്ന ജോലിയാണ്. സാറിൻ്റെ തല്ലി വെള്ളണ്ട, അവിടെ കേൾക്കണ്ട, സുഖമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ചപ്പടം കഴിച്ച്. പക്ഷെ എൻ്റെ അമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഷി വാസ് നോട്ട്. ഞാൻ നിങ്ങളോട് പറയാം, സഹോദരന്മാർ, നിങ്ങളെ ആരും ഐ എം നോട്ട് ഡീമീനിങ് എനി വൺ ഓഫ്. നിങ്ങളെ ആരും വില കുറച്ച് കാണില്ല. പക്ഷെ അമ്മമാരോട് ഞാൻ പറയാം, നിങ്ങൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം പിടിച്ചു നിർത്തപ്പെടും. മതൽക്കാരത്തി മറി അറിയത്തില്ലേ? യോഹന്നാൻ 20:14 മുതൽ വീട്ടിൽ പോയി താഴ്ത്ത് വായിക്കണം. കല്ലറടി ചൊട്ടി നിൽക്കുക അവൾ കരയുന്ന കണ്ടിട്ട് യേശു നിന്നു. എവിടെ? അവിടെ പുറയിൽ. എന്തോ അവൾ ഇട്ട് പിടിച്ചപ്പോൾ തമ്പരാനോട് അവൾ തമ്പരാൻ അവളോട് പറഞ്ഞു, എന്നെ എന്ത് ചെയ്യരുത്, ഞാൻ എവിടെ പോയിട്ടില്ല. അതായത് മഹാപുരോഹിതൻ യാഗപീഠത്തിൽ നിന്ന് അതിപരിശുദ്ധ ഐ മീൻ മഹാഭാവ പരിഹാര പെരുന്നാൾ ദിവസം യാഗം കഴിച്ച് കഴിഞ്ഞാൽ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നേ പ്രകാരത്തിൽ നിന്ന് ജനം വരുത്തി ജനത്തെ അനുഗ്രഹിക്കത്തുള്ളൂ, ജനത്തെ മോഹം കാണിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ തമ്പുരാൻ നിങ്ങൾ കത്തിയില്ല. ഞാനതിനെ പഴനിയമത്തിൽ മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം മഹാപുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് യാഗം കഴിച്ച അനന്തരം ഒരു കിണ്ണത്തിൽ രക്തം എടുത്തുകൊണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അവിടെ പോയി ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പ്രാകാരത്തിൽ വന്ന് കരമുയർത്തി ജനത്തെ അനുഗ്രഹിച്ച് അവരോട് സംസാരിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ മഹാപുരോഹിതൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പദം പറയും, മൈ ഹൈ പ്രീസ്റ്റ്, എൻ്റെ മഹാപുരോഹിതൻ
നിർദോഷം നിർമ്മലൻ പവിത്രൻ, നിർദോഷം നിർമ്മലൻ എബ്രായർ, പവിത്രൻ നിർദോഷം നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, എന്റെ മഹാപുരോഹിതൻ. 4:15 എന്റെ മഹാപുരോഹിതൻ, എന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ കഴിയുന്നവൻ, പാപമടിക സകലത്തിലും എനിക്ക് തുല്യം പരീക്ഷിക്ക പ്രാർത്ഥനയാൽ എപ്പോഴും പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ. പക്ഷെ മറിയയുടെ കണ്ണീരിന് മുമ്പിൽ അവൾ നിൽക്കുന്ന കല്ലറയുടെ ചുവട്ടിൽ യേശു അവൾക്ക് വേണ്ടി നിന്നു. കാരണം കരയുന്നൊരു സഹോദരി, നിന്റെ ഹൃദയം പൊട്ടി കരഞ്ഞാൽ ദൈവ വ്യവസ്ഥയെ പോലും മാറ്റിവെച്ചിട്ട് കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാവിലെ ഹൃദയം പൊട്ടി തകർന്നുകൊള്ളൂ, ഹൃദയം പൊട്ടി കരഞ്ഞുകൊള്ളൂ. നിങ്ങളുടെ തലവര മാറ്റുന്ന യേശു. challenge you, have an encounter with Jesus. യേശുമായി ഒരു കൂട്ടുമുട്ടൽ നടത്തൂ. That will change your life. നിങ്ങളുടെ തലവര മാറ്റും അത്. That will change your destiny. എൻ്റെ അമ്മയുടെ കണ്ണീരിന് കർത്താവ് മറുപടി കൊടുത്തു. രാത്രി കരഞ്ഞൊലിക്കുമ്പോൾ അമ്മ കാണുക ഒരു വെളിപ്പാട്. ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ദൂതൻ എന്നൊക്കെ അമ്മ അങ്ങ് പറഞ്ഞതാ. വെള്ളവസ്ത്രധാരിയായ ഒരുത്തൻ ഇറങ്ങി വന്നു. എൻ്റെ അമ്മയോട് പറയാം, സാറാമേ നിന്റെ മോനെ നാളെ സ്കൂളിൽ വിട്ടോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മ എൻ്റെ പപ്പയായിട്ട് കൈവപ്പ് ശുശ്രൂഷ മാത്രം നടത്തിയില്ല, എന്താ പറഞ്ഞ മാൻ ഹാൻഡിലിംഗ് മാത്രമില്ല, അങ്ങോട്ട് തല്ലുകൂടിയില്ലെന്ന് മാത്രം. അവസാനം പപ്പ തോറ്റു, അമ്മ ജയിക്ക്, എനിക്ക് സ്കൂളിൽ പോകാൻ മാൻഡേറ്റ് കിട്ടി. പിശാച് പറഞ്ഞു, നീ 8ാം ക്ലാസ് കടക്കത്തില്ലെന്നും. നിങ്ങൾ ചിലർ നോക്കി ചെകുത്താൻ പ്ലാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. യു വിൽ നോട്ട് ഗോ ഓർ ഗ്രോ ബിയോണ്ട് ദിസ് റേഡിയസ്. യേശുവിന്റെ നാമത്തിൽ every radius that the devil drawn about you, against you, around you, I break in Jesus name. Come on, come on, come on, come on. നിന്നെ പരിമിതപ്പെടുത്തിയ എല്ലാ മണ്ഡലങ്ങളും, അത് ശുശ്രൂഷയിൽ പരിമിതപ്പെടുത്തിയത്, ജീവിതത്തിൽ പരിമിതപ്പെടുത്തിയത്, ആരോഗ്യത്തിൽ പരിമിതപ്പെടുത്തിയത്, അഭിവൃദ്ധിയിൽ പരിമിതപ്പെടുത്തിയത്, ഇന്ന് മകൾ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഓടാഞ്ഞപ്പോ every territorial power, ഓരോ ദേശത്തിന്റെ ആധിപത്യങ്ങൾ ചിലതിനെ ഒതുക്കി കളഞ്ഞതാ. ഇന്ന് മകൾ സ്വർഗത്തിലെ ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഓടാഞ്ഞപ്പോ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കോടി ജയക്കോടി, വചനം വാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. എതിർക്കണം നാം എതിർക്കണം സാത്താന്റെ ശക്തികളെ, ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിതാ. ഇന്ന് രാവിലെ നിങ്ങൾ എതിർക്കാൻ തയ്യാറാകൂ. ദേശത്ത് നിങ്ങൾ ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങൾ,
എന്നീ വിശാലത പ്രാപിക്കേണ്ട അനുഭവങ്ങൾ, നിലവാരം മാറേണ്ട അനുഭവങ്ങൾ ഇന്ന് രാവിലെ സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ വിളിച്ചു പറയുന്നു. പിശാച് വെച്ച സകല ബൗണ്ടറി ലൈൻസും, പിശാച് വെച്ച സകല ബൗണ്ടറികളും, പിശാച് വരച്ച എല്ലാ വൃത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ നിന്നെ വരച്ചൊതുക്കിയ, നിന്റെ തലമുറയെ വരച്ചൊതുക്കിയ, നിന്റെ ജീവിതത്തെ വരച്ചൊതുക്കിയ, ഹോറ നിനക്കെതിരെ എഴുതിയ കുറിമാനങ്ങൾ, രേഖകൾ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി കുറിച്ച കുറിമാനങ്ങൾ, ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ കുറിമാനങ്ങൾ ചിലരുടെ ചട്ടങ്ങളാൽ, ചിലരുടെ ചട്ടുകങ്ങളാൽ നിനക്ക് വിരോധമായി കുറിച്ച മേലെഴുത്തും മായിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവനെ നിരായുധനാക്കി അവനെ പരസ്യമായി കാഴ്ചയാക്കിയ നസ്രായന്റെ നാമത്തിൽ ഇന്ന് പകൽ തന്റെ ജനത്തിന് വിരോധമായി പിശാച് കുറിച്ച സകല കുറിമാനങ്ങളും tear out, tear out, tear out. കീറിമാറട്ടെ, 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 കീറിമാറട്ടെ. ജനം വിടുവിക്കപ്പെടണം യേശുവിൻ നാമത്തിൽ. എല്ലാ familiar spirit, എല്ലാ generational curses, every bondage that the devil clamped on the neck of the people, ജനത്തിന്റെ കഴുത്തിൽ പിശാച് വെച്ച സകല നുകങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഓടഞ്ഞപ്പോ അഭിഷിക്തൻ എന്ന നിലയിൽ സ്വർഗം എന്ന അധികാരം ഉപയോഗിച്ച ഇന്ന് പകൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഓടഞ്ഞപ്പോ, ഓടഞ്ഞപ്പോ. Fire, fire, fire. I release the fire in the mighty name of Jesus Christ of Nazareth. Every work of the devil, ഈ ശരീരത്തെ ബലഹീനമാക്കുന്ന, ഈ ശരീരത്തിൽ വാദിച്ചു നിൽക്കുന്ന ഇരുളിന്റെ വ്യാപാര ശക്തികൾ, I command the devil to take your dirty hand away from her, that she be released, she be released right now. ഹസ്തകരത്തുന ജീവനമൗട്ടരവംതുരയാത ജീമാനകരഗത ജുഡമാരഗതേ. പിശാച് പറഞ്ഞു, നീ 8ാം ക്ലാസ് കടക്കത്തില്ലെന്ന്. പിശാച് പറഞ്ഞ് ഇനി മുന്നോട്ടില്ലെന്ന്. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. പിശാച് പറഞ്ഞ് ഇനി എന്നാ ചെയ്യുമെന്ന്. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി. ഇനി എന്നാ പുറപ്പാടെന്ന്. ഞാൻ BA പാസ്സായി. നീ എവിടെ വരെ പോവും? ഞാൻ തെക്കോട്ട് പോവാന്ന് പറഞ്ഞ് MA പാസ്സായി കാര്യവട്ടത്ത്. ഇനി എന്താ പരിപാടി? തമ്പുരാൻ പറഞ്ഞു 993 കാര്യവട്ടത്തുനിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തിട്ടാ ദൈവം എന്നെ പുറത്തിറക്കിയത്. 8ാം ക്ലാസ്സിലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടിനെ PhD കാരനാക്കിയ ഒരു വെളിപ്പാടുണ്ട്. കമോൺ, കമോൺ, റോമൻ, കമോൺ. ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നിങ്ങൾ വെളിപ്പാട് കാണണം. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് വെളിപ്പാട് കാണണം. നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് വെളിപ്പാട് കാണണം. നിന്റെ ആരോഗ്യത്തെ കുറിച്ച് വെളിപ്പാട് കാണണം. നിന്റെ സഭയെ കുറിച്ച് വെളിപ്പാട് കാണണം. നിന്റെ ദേശത്തെ കുറിച്ച് വെളിപ്പാട് കാണണം. നിന്റെ ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെ കുറിച്ച് വെളിപ്പാട് കാണണം. A revelation will revolutionize your life. I challenge you. A revelation will, yes,
കുറിച്ച് വെച്ചോളൂ. എ റെവല്യൂഷൻ വിൽ റെവല്യൂഷനൈസ് യുവർ ലൈഫ്. ഒരു വെളിപ്പാട് നിന്റെ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട്. ആരാണ് ഈ ക്രിസ്തു? എഴുത്തുകാരെ പറയുക, പണ്ട് ഭാഗമായി വിവിധമായി പ്രവചാന്മാർ പിതാക്കന്മാർ അലിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടം, പുത്രൻ മുഖാന്തരം. അതേ ചോദ്യം ഞാൻ വചനത്തോട് ചോദിച്ചു. ഞാൻ വചനം വായിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ആരാണ് ഈ പുത്രൻ? എനിക്ക് ഒത്തിരി പുത്രന്മാരെ അറിയാം പുസ്തകത്തിൽ നിന്ന്. വേദപുസ്തകത്തിൽ ഒത്തിരി പുത്രന്മാരുണ്ട്. എല്ലാത്തിനും ഒന്നിലൊരു പ്രെഡിക്കേറ്റ് യൂസേജ് കാണും. ഉദാഹരണം പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ. സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. സൺ ഓഫ് ഡേവിഡ്, അതിനെല്ലാം ഒരു ഊന്നുവടിയുണ്ട്, ഒരു പ്രെഡിക്കേറ്റ് യൂസേജ്. അത് വിചാരത്തില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. എല്ലാത്തിനും എന്തുണ്ട്? പ്രെഡിക്കേറ്റ് എന്നുള്ളത് എന്താ മലയാളം പറയുന്നത്? അതിനെല്ലാം ഒരു ഊന്നുവടിയുണ്ട് കേട്ടോ. ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ സബ്ജക്റ്റ് നിൽക്കുക, അതിൻ്റെ കൂടെ ഒരു ഊന്നുവടിയില്ലാതെ ദ അബ്സല്യൂട്ട് സൺ. പൗലോസിന് ഇങ്ങനെ ചില പ്രയോഗമുണ്ട്. നിങ്ങൾ കൊലോസ് ലേഖനം 1 അധ്യായത്തിന് 9 വാക്യമൊക്കെ വായിക്കുമ്പോൾ അവരിങ്ങനെ വായിക്കുന്നുണ്ട്. എന്നറിയാമോ? നമ്മളെ ഈ ഇരുട്ടിൻ്റെ അധികാരത്തിന് വിളിച്ച സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം ആക്കി വെച്ച ദൈവത്തിന് സന്തോഷത്തോടെ എവിടെ ആക്കി വെച്ചു? ഈ പുത്രൻ നിന്നെ ഒരു രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ഇതൊരു സാധാരണ പുത്രനല്ല. ഇതൊരു സാധാരണ പുത്രനല്ല. എനിക്ക് ഒത്തിരി പുത്രന്മാരെ അറിയാം. ഈസ് സംതിങ് ബിയോണ്ട്. അവനൊരു രാജ്യമുണ്ട്. എന്നെ നിങ്ങൾ ഈ ചെകുത്താൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ സാമ്രാജ്യം നിന്ന്. പീറ്റർ പാടിയ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് എൻ്റെ വിച്ചു പോരാ അത്ര എടുത്ത് പാടാൻ. ചെകുത്താൻ്റെ ഈ പട്ടാളത്തിൽ ഞാനുമായിരുന്നു, സങ്കടം അയ്യോ സങ്കടം. കേട്ടിട്ടുണ്ടോ പാട്ട്? ചെകുത്താൻ്റെ പട്ടാളത്തിൽ ഞാനുമായിരുന്നു, സങ്കടം അയ്യോ സങ്കടം. പഠിച്ച പണി പലതും ഞാൻ പയറ്റി നോക്കി, പറയാവുന്ന പരമാവധി ഞാൻ പറഞ്ഞു നോക്കി. പട്ടാളം എന്നെ വിട്ടില്ല, പരമനേശ പാളയത്തിനരികിൽ വന്നു എൻ്റെ പാവച്ചങ്ങല തകർത്തിതാ, പാവച്ചങ്ങല തകർത്തിതാ. ഓ പാവച്ചങ്ങല. എൻ്റെ കെട്ട് പൊട്ടിച്ച തമ്പുരാൻ പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ച്, പിശാചിന്റെ ബന്ധനങ്ങളെ അറുത്ത്, മരണത്തിന്റെ കെട്ട് പൊട്ടിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. യോഗ്യൻ അല്ല യേശുവേ, സ്നേഹം പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്നന്മ പ്രാപിക്കാൻ. മതി, സമയം പോകുന്നല്ലോ. എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, വേസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ലോകം തടഞ്ഞ സ്ഥാനത്ത്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് യു മൈറ്റ് ഹാവ് ബീൻ റിട്ടൺ ഓഫ്. പക്ഷെ കർത്താവിന് നിന്നോട് കരുണ തോന്നി. യു ഹാവ് ബീൻ ചോസൻ, മെയ്ഡ് ആൻ എലക്ട് ഓഫ് ഗോഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ കിങ്ഡം ഓഫ് ദ സൺ ഓഫ്. ആരാണ് ഈ പുത്രൻ? പുത്രന്മാരുടെ ലിസ്റ്റ് ഞാൻ കമ്പിവാദ്യങ്ങളിൽ പറയാം. ദൈവത്തിന്റെ പുത്രന്മാരുടെ ലിസ്റ്റ് ലൂക്കോസ് 3:38. ആദം ദൈവത്തിന്റെ മകൻ. അങ്ങനെയല്ലേ നമ്മൾ ജീനോളജി വായിക്കുന്നത്? ആദം ദൈവത്തിന്റെ, ഹൗ ഡിഡ് ഹി ബിക്കം ദ സൺ ഓഫ് ഗോഡ്? ബൈ ക്രിയേഷൻ. സൃഷ്ടിക്കപ്പെടുക വഴി ആദം ആരുടെ മകനായി? ദൈവത്തിന്റെ മകനായി. രണ്ടാമത് ദൈവത്തിന്റെ ഒരു മകൻ പറയുന്നുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21 വാക്യം വായിക്കുമ്പോൾ മോശെ പറഞ്ഞു, ഫറവോന്റെ അടുക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞു വിടുന്നുണ്ട്, നീ ചെന്ന് ഫറവോനോട് പറയണം, ഫറവോനെ കേട്ടോ, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദിജാതൻ, മൈ ഫസ്റ്റ് ബോൺ.
എ നേഷൻ ബിക്കെയിം ദ സൺ. ഒരു രാജ്യം ദൈവത്തിന്റെ മകൻ. എങ്ങനെ? ബൈ ഇലക്ഷൻ, ബൈ തെരഞ്ഞെടുപ്പ് വഴി. അപ്പൊ ആദ്യത്തെ ആദം ദൈവത്തിന്റെ മകൻ, സൃഷ്ടി, ക്രിയേഷൻ, ബൈ ക്രിയേഷൻ. ഇസ്രായേൽ ദൈവത്തിന്റെ മക്കളായത് ബൈ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് വഴി. വേറൊരു മകനുണ്ട് ദൈവത്തിന്. നിങ്ങൾ ജോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തോട് ഒന്നിച്ചേർക്കി പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുക ചെയ്തപ്പോൾ. അവിടെ ഒരു പ്രയോഗമുണ്ട്, ദൈവപുത്രന്മാർ. ആരെ? അതാരെക്കുറിച്ചാണ് പറയുന്നത്? ജോബിന്റെ പുസ്തകത്തിൽ 2-3 പ്രയോഗം ഉണ്ടല്ലോ. 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന 38-ലും വീണ്ടും പ്രയോഗം കാണുക, ദൈവപുത്രന്മാർ. എന്താ മിണ്ടാത്തത്? ദൈവാസം പ്രാർത്ഥനയൊക്കെയുള്ള സഭയാകുമ്പം ഒത്തിരി ദൈവാസഭകളൊന്നും വിശ്വസിച്ചിട്ടുണ്ട് അല്ലേ? ലോട്ട്. എൻ്റെ സ്നേഹിതരും എൻ്റെ സ്നേഹിതരല്ലാത്തവരും ഒത്തിരിയും ദൈവദാസന്മാർക്ക് ഇവിടെ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഇത് പറയാത്തേ? ദൈവത്തിന് എത്ര കൂട്ടം ദൂതന്മാരുണ്ട്? 2 ദൂതന്മാരുടെ പേര് പറയാനല്ലോ പറഞ്ഞ. ദ ഏഞ്ചലിക് അല്ലെങ്കിൽ ദൈവന്മാരുടെ കൂട്ടം, ദ ഏഞ്ചലിക് ഗ്രൂപ്പ്. നിങ്ങൾക്ക് അറിയാവുന്ന 2 ഗ്രൂപ്പിന്റെ പേര് പറ. പറഞ്ഞോ, ശരിയാ? അത് പേരില്ലയോ? ഗ്രൂപ്പിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ സാറാഫുകൾ, കെറുബുകൾ. അത് രണ്ടുമെങ്കിലും നിങ്ങൾ പറയണ്ടായി, ഇല്ലെങ്കിൽ പിന്നെ സങ്കടമാ. സാറാഫുകൾ, കെറുബുകൾ. ഈ അസംബ്ലി സോണിന്റെ സൂപ്രണ്ട് ടി ജെ ശാമുൽ സാർ ഇപ്പൊ പെന്തക്കോസ് ഉപദേശം പറഞ്ഞൊരു പുസ്തകം ഇറക്കുന്നുണ്ട്. ഇപ്പോൾ അതായി അതിനകത്ത് 2 ആർട്ടിക്കിൾ ഞാൻ എഴുതിയത്. ഒന്ന് ദൂതന്മാരെ കുറിച്ചും, ഒന്ന് ഭൂതാത്മാക്കൾ, പിശാചിനെ കുറിച്ചും. മലയാളം ഇപ്പോൾ ഇറങ്ങുന്നത്, അടുത്ത ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് എഴുതി കൊടുത്തിട്ട് പിന്നെ മലയാളം ട്രാൻസ്ലേറ്റ്, അതുകൊണ്ട് ഇത്ര ഇല്ലാങ്ങായിപ്പോയി. എന്തായാലും ഈ പ്രാവശ്യം പുസ്തകം പുറത്ത് വരും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടാൻ അവസരം എടുത്ത് വായിക്കുക. ദൂതന്മാരെക്കുറിച്ചും, സാധാരണ ബൈബിൾ കോളേജിലും ദൂതന്മാരെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും ഭൂതാത്മാക്കളെ കുറിച്ച് പഠിപ്പിച്ചില്ല. നമ്മൾ ഏഞ്ചലോളജി, ഡിമോണോളജി എന്ന് പറയും അല്ലയോ? തിയോളജി പ്രോപ്പർ, ക്രിസ്റ്റോളജി, ന്യൂമാറ്റോളജി, ആന്ത്രോപോളജി, ഹാമാർഷിയോളജി, എക്ലീസിയോളജി, സോറ്റീരിയോളജി, എക്ലീസിയോളജി, എസ്കറ്റോളജി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ടോളും. പക്ഷെ എന്താ തൊടത്തില്ല അല്ലേ? ഏഞ്ചലോളജിയും ഡീമണോളജിയും തൊടത്തതിന് കുഴപ്പം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൂട്ടത്തിൽ പ്രസംഗരല്ല, അവർക്ക് തോന്നുന്ന പോലെ അങ്ങ് എനിക്ക് അയ്യോ, ഞാനത് ഇടിപ്പായി പഠിച്ച വള പുള്ളികളും പ്രസംഗിക്കുന്നതൊക്കെ പിന്നെ പ്രസംഗിച്ച് പോട്ടെ. ദൈവം അല്ലയോ അവരെല്ലാം ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും എല്ലാം പഠിക്കണമെന്നും പറ്റണമെന്നും ഇല്ലല്ലോ. 10ാം ക്ലാസ്സുകാരൻ ജീവിക്കത്തില്ലേ? എല്ലാവരും PhD-കാരനാക്കുമോ? ചിലപ്പോൾ PhD-കാരനേക്കാൾ നല്ല യോഗ്യതയും ജോലിയും. ഞാൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ ഒരു ചർച്ചിൻ്റെ 3 വർഷം ഒരു ചർച്ചിൻ്റെ പാസ്റ്റായിരുന്നു. അപ്പോൾ എനിക്കറിയാം, നാട്ടിൽ നിന്നൊക്കെ വന്ന എഞ്ചിനീയർമാർ അവിടെ വെയിലത്ത് നിന്ന് എന്ത് ചെയ്യും? സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നമാർ ഇവൻ ഈ കോൺട്രാക്ട് ഇവൻ്റെ കൂടെ ഇന്ന് എപ്പോഴും സൈറ്റ് വേണ്ട. ഇവത്തിലൊക്കെ എന്തൊരു ചൂടാണെന്നറിയാമോ? ആ ചൂടത്ത് വെയിലത്ത് നിന്ന് അവൻ ഉരുകി ഒലിക്കും. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയ പുള്ളികളൊക്കെ AC റൂമിൽ ഇരുന്ന് 3000 ദിനാർ ശമ്പളം മേടിച്ച് എനിക്കറിയാം. ഇറ്റ് ഡസന്റ് മാറ്റർ. യാക്കോ പറയുന്നുണ്ട്, ഞാനൊരു വടിയായിട്ടാ വെറുതെ കടന്നേന്ന് ഇല്ലയോ? ഇപ്പൊ 2 കൂട്ടമായിരുന്നു. വടിയെന്ന് പറയുമ്പോൾ എൻ്റെ സങ്കല്പത്തിൽ എന്ന് പറയാം, ആടിനെത്തിയിട്ടുന്ന ജോലിയാ, പാസ്റ്റൽ കമ്മ്യൂണിറ്റിയാ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എലമെന്ററി ജോബ് ഏതൊക്കെയാ? പ്രൊഫഷണൽ ഡിഗ്രി ഇല്ലാത്ത ജോബ്, പ്രൊഫഷണലിസം ഇല്ലാത്ത ജോബ്. എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ഉണ്ടല്ലേ അല്ലേ? ആടിനെ വളർത്തുന്ന എന്താ പ്രൊഫഷണൽ ഡിഗ്രി? കുന്താലികളൊക്കെ എന്താ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടോ? മെക്കാട് പണിക്ക് പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടോ? മേസനറിക്കും പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടോ? അത് എലമെന്ററി ജോബാ. ഈ എലമെന്ററി ജോബ് ഉള്ളവനെ എത്ര അധ്വാനിച്ചാലും, ഒരു ആയുഷ്കാലം മൊത്തം അധ്വാനിച്ചാലും അവനൊരു 2 നില ഇവിടെ 50 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഗൾഫിൽ പോയാൽ നോക്കി, നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞേ. അപ്പൊ ഈ എലമെന്ററി ജോബുകാരൻ എത്ര വളർന്നാലും ഒരു ലെവലിനപ്പുറത്തേക്ക് എന്ത് ചെയ്യത്തില്ല, വരുമോ? ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവന് വളരാൻ പറ്റത്തില്ല. പക്ഷെ വെറും വടിയും കൊണ്ടുപോയി എലമെന്ററി ജോബുകാരൻ താണ്ടോ 2 കൂട്ടമായിട്ട്. ഞാൻ ആടെന്നൊക്കെ വിചാരിച്ചുള്ളൂ. ഇന്ന് രാവിലെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാ കണ്ടത് ഒട്ടകം ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടുന്ന് കൂട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഹേ, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? ദൈവം ഒരുത്തനെ മാനിക്കാൻ തീരുമാനിച്ചാൽ ഇറ്റ്സ് ബിയോണ്ട് എവരി ഹ്യൂമൻ മെഷേഴ്സ്. മനുഷ്യന്റെ അളവുകൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറം.
ഞാൻ തിരിച്ചു വരാം. ഒരു കൂട്ടം ദൂതന്മാരാ കേട്ടോ. ദൈവോത്തന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഏഞ്ചൽസ് ആണ്. രണ്ടാമത് പ്രഭാത നക്ഷത്രങ്ങൾ, മോർണിംഗ് സ്റ്റാർസ്, അത് വേറൊരു കൂട്ടം ഏഞ്ചൽസ് ആണ്. അപ്പൊ എത്ര കൂട്ടമുണ്ട് ദൂതന്മാർ വേദപുസ്തകത്തിൽ? എത്ര കൂട്ടരുണ്ട്? 4 കൂട്ടർ. പറ, എഴുതി വെക്കേ. 4 കൂട്ടർ. ഏതൊക്കെയാണ്? കെറൂബുകൾ, സറാഫുകൾ, ദൈവപുത്രന്മാർ, പ്രഭാത നക്ഷത്രങ്ങൾ. പിടിയോ? അപ്പൊ ഒരു കൂട്ടം ദൂതന്മാരെ ദൈവം വിളിച്ചേക്കുന്ന പേരെന്താണ്? എന്താ നമ്മുടെ പ്രമേയം? പുത്രൻ. ഒരു കൂട്ടം ദൂതന്മാരെ ദൈവം വിളിച്ചേക്കുന്ന പേര് പുത്രന്മാർ. They became sons by apportion. എന്റെ ഭാഷ ഞാൻ പറയും. ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി അപ്പോർഷൻ, APPORTION, വേർതിരിച്ചു വെച്ചിരിക്കുന്നു. ഇനിയുണ്ട് വേറൊരാള്. ദാവീദിനെ ദൈവം കയറി മോനെന്നൊക്കെ വിളിക്കുന്നുണ്ട്. 89 സങ്കീർത്തനം 26 വാക്യം, 27 വാക്യം. അവൻ എന്നോട് നീ എനിക്ക് പിതാവ്, ഞാൻ അവനോട് നീ എൻ്റെ പുത്രൻ. ദാവീദ് ദൈവത്തിന്റെ മകനാ. എങ്ങനെ? ബൈ ഓതറൈസേഷൻ. രാജാവായി അവനെ അധികാരപ്പെടുത്തി. സമയം റണ്ണിങ് ഷോട്ട്. ഞാൻ വേഗം ഒന്ന് അക്ഷരം പറഞ്ഞു തീർക്കട്ടെ. സ്തോത്രം. എന്നാൽ യേശു എങ്ങനെ ദൈവത്തിന്റെ മകനായേ? ബൈ എമിനേഷൻ. അതിന് മലയാളം എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവൻ. മറ്റുള്ള മനുഷ്യരെ പോലല്ല, സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഉണ്ടാക്കപ്പെട്ടവരല്ല, അവനിൽ നിന്ന് വന്നവൻ, അവൻ തന്നെ. എൻ്റെ ഫോക്കസ് 2ാം ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ആരാണ് ക്രിസ്തു? ഈ ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് വേണം. സ്തോത്രം. ഒരു ഊന്നുവടിയുമില്ലാതെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം, ഒരു വ്യക്തിത്വമുണ്ട്. അവൻ്റെ പേരാണ് നസ്രായനായ യേശു. എഴുത്തുകാരൊക്കെ അവനെ കുറിച്ച് പലതും പറഞ്ഞു. ഉൽപ്പത്തിയുടെ എഴുത്തുകാരനോട് ചോദിച്ചാൽ അവൻ പറയും ഈ പുത്രൻ, അവൻ സ്ത്രീയുടെ. പുറപ്പാടിനോട് ചോദിച്ചാൽ അവൻ പറയും ഉരുളറുക്കപ്പെട്ട. ലേവ്യനോട് ചോദിച്ചാൽ അവൻ പറയും എൻ്റെ മഹാപുരോഹിതൻ. സംഖ്യയോട് ചോദിച്ചാൽ അവൻ പറയും അവൻ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ആവർത്തനത്തോട് ചോദിച്ചാൽ എഴുത്തുകാരൻ പറയും അവൻ മോശയേക്കാൾ വലിയൊരു എന്ന് പറയുന്നേ പ്രവാചകൻ. ജോഷുവോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് വേണ്ടി വാൾ ഉയർത്തി നിൽക്കുന്ന സൈന്യാധിപൻ, അല്ലെങ്കിൽ എൻ്റെ ന്യായാധിപൻ. രൂത്തിനോട് ചോദിച്ചാൽ അവൾ പറയും എൻ്റെ അടുത്ത വീണ്ടെടുപ്പുകാരൻ. ഓ, ശമൂവേലിനോട് ചോദിച്ചാൽ അവർ പറയും ശമൂവേൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, പ്രവാചകരുടെ പ്രവാചകൻ. രാജാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും രാജാതി രാജാവ്. ആമേൻ. ദിനവൃത്താന്തങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ശലോമോനിലും. എസ്രായോട് ചോദിച്ചാൽ അവൻ പറയും എൻ്റെ ന്യായശാസ്ത്രി. നെഹമ്യാവിനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് വേണ്ടി മതിൽ പണിയുന്നവൻ. എസ്തറിനോട് ചോദിച്ചാൽ അവൾ പറയും എൻ്റെ തകർച്ചയ്ക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി മുട്ടുകുത്തിയ നല്ല മോർദെഖായി. യോബിനോട് ചോദിച്ചാൽ 19:25 അവൻ പറയും എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ തൊക്കിങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട്. സങ്കീർത്തനക്കാരൻ പറയും അവൻ ആര്? നല്ല ഇടയൻ. സാദൃശ്യവാക്യങ്ങൾ പറയും ഹി ഈസ് മൈ ബെസ്റ്റ് കൗൺസിലർ. പ്രസംഗി പറയും അവൻ എൻ്റെ ഉപദേശകൻ. സാദൃശ്യവാക്യം പറയും അവൻ നല്ല എൻ്റെ ഉപദേശകൻ. സഭാപ്രസംഗം പറയും അവൻ നല്ല കൗൺസിലർ. ഉത്തമ ഗീതം പറയും അവൻ എൻ്റെ വെണ്മയിൽ ചുമപ്പുള്ള 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ എൻ്റെ പ്രിയൻ. യേശാവിനോട് ചോദിച്ചാൽ അവൻ പറയും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യെരമ്യാവിനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് വേണ്ടി മുളപ്പൊട്ടുന്ന ബദാം. യഹസ്കേലിനോട് ചോദിച്ചാൽ അവൻ പറയും ചതുർമുഖനായ മനുഷ്യൻ. ദാനിയേലിനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് വേണ്ടി തീച്ചുളുടെ നടുവിൽ വെളിപ്പെട്ട നാലാമൻ. ഓ, ഹോശേയോട് ചോദിച്ചാൽ അവൻ പറയും ഉടഞ്ഞ് തകർന്നു പോയി എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ച എൻ്റെ ഉത്തമനായ ഭർത്താവ്. യോബേലിനോട് ചോദിച്ചാൽ എന്നെ അഭിഷേകം കഴിക്കുന്നവൻ. ആമോസിനോട് ചോദിച്ചാൽ അവൻ പറയും ഹി ഈസ് മൈ ബർഡൻ ബെയറർ, എൻ്റെ ഭാരം ചുമക്കുന്നവൻ. ഓബദ്യാവിനോട് ചോദിച്ചാൽ അവൻ പറയും ഹി ഈസ് മൈറ്റി ടു സേവ്, അവൻ എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ. യോനോട് ചോദിച്ചാൽ അവൻ പറയും അവൻ എന്റെ വിദേശീയനായ സുവിശേഷ വാഹി. മീഖായോട് ചോദിച്ചാൽ അവൻ പറയും ഹി ഈസ് മൈ വാട്ട് യു കോൾ he is a man with beautiful legs, മനോഹരങ്ങളായ പാദങ്ങളുള്ള മെസ്സഞ്ചർ.
നഹോമിനോട് ചോദിച്ചാൽ അവൻ പറയും ഹീസ് മൈ അവഞ്ചർ, എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നു. ഹബക്കുക്കിനോട് ചോദിച്ചാൽ അവൻ പറയും ഹീസ് മൈ റിവൈവർ, എന്നെ ഉദ്ധരിക്കുന്നവൻ. സഫിനിയാവിനോട് ചോദിച്ചാൽ അവൻ പറയും ഹീസ് മൈ സേവിയർ. ഹഗ്ഗായിയോട് ചോദിച്ചാൽ അവൻ പറയും ദ ഡിസയർ ഓഫ് ദ നേഷൻസ്, സകല ജാതികളുടെയും മനോഹര വസ്തു. ആ വാക്യം അറിയത്തില്ലേ? സകല ജനത്തിൻ്റെയും മനോഹര വസ്തു. സക്കറിയാവിനോട് ചില അവൻ പറയും അവൻ എനിക്ക് ചുറ്റും തീ മതിൽ. മലാക്കിയോട് ചോദിച്ചാൽ അവൻ പറയും അവൻ എനിക്ക് വേണ്ടി നീ എന്നെ നീതീകരിക്കുന്നവൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പുസ്തകം മുഴുവൻ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. എബ്രായലേഖന കർത്താവ് ഒത്തിരി പ്രയോഗം പറയുന്നുണ്ട്. ആരാണ് ഈ പുത്രൻ? ദൂതന്മാരെക്കാൾ വലിയവൻ. ആരാണ് ഈ പുത്രൻ? ദൂതന്മാരെക്കാൾ വലിയവൻ. ആരാണ് ഈ പുത്രൻ? മഹാപുരോഹിതനേക്കാൾ വലിയവൻ. ആരാണ് ഈ പുത്രൻ? മൽക്കീസേദെക്കിനേക്കാൾ വലിയവൻ. ആരാണ് ഈ പുത്രൻ? പിതാക്കന്മാരെക്കാൾ വലിയവൻ. യോശുവയേക്കാൾ വലിയവൻ. അബ്രഹാമിനേക്കാൾ വലിയവൻ. മോശയേക്കാൾ വലിയവൻ. ആരാണ് ഈ പുത്രൻ? നിങ്ങൾ പൊങ്ങച്ചം പറയുന്ന നിങ്ങളുടെ സകല മിടുക്കന്മാരെക്കാളും യോശുവയേക്കാൾ വലിയവൻ, നിനക്ക് സ്വസ്ഥത നൽകുന്നവൻ. ആരാണ് ഈ പുത്രൻ? അവൻ എന്റെ മഹാപുരോഹിതൻ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? രണ്ടാം ഭാഗം ഞാൻ രാത്രി ശുശ്രൂഷിക്കാം. ഈ പുത്രനെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിക്കണം. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ എവരി വൺ ഓഫ് യു. നിങ്ങൾ ഇന്ന് കേട്ട സകല കാര്യങ്ങളും മറന്നേക്കൂ. ഒറ്റ കാര്യം നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഐ ആം ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് എ revelation about Jesus Christ. യേശുവിനെ കുറിച്ച് എനിക്കൊരു വെളിപ്പാട് വേണം. ആ വെളിപ്പാടിൽ എബ്രായലേഖന കർത്താവ് ഇടുന്നൊരു മറുപടിയാണ്. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിൻ്റെ ആൾ രൂപമാണ് യേശു. ഞാൻ ആ തേജസ്സിനെ കുറിച്ച്, മഹത്വത്തെ കുറിച്ച് രാത്രി പ്രസംഗിക്കും. ആ തേജസ്സിന്റെ ആൾ രൂപം ഇന്ന് രാവിലെ നിനക്ക് വെളിപ്പെടുന്ന ആ തേജസ്സിന്റെ ആൾ രൂപം യോഹന്നാൻ എഴുതുകയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. We have seen his glory as of the only begotten son of God. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. തേജസ് വാരിച്ചുറ്റിയവനായി, തേജസ്സിന്റെ ആൾ രൂപമായി ഭൂലോകത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ. ഇന്ന് പകൽ ആ വെളിപ്പാടകത്തോട്ട് കയറട്ടെ. കർത്താവേ, ആ വെളിപ്പാടിലേക്ക് എന്നെ നടത്തണമേ. തേജസ് വാരിച്ചുറ്റിയ അല്ല, തേജസ്സിന്റെ ആൾ രൂപമായ ദൈവപുത്രൻ. പൗലോസിന്റെ ഒരു പ്രയോഗമുണ്ട് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക്, 1-2 തെസ്സലോനിക്കലാണെന്ന് തോന്നുന്നു. അവൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ ഞങ്ങൾ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. തേജസ് എന്നതിന് ഒരു ട്രാൻസ്ലേഷൻ ഡോക്സ് അഥവാ ഗ്ലോറി എന്നാണ്. ഇന്ന് രാവിലെ പറ, കർത്താവേ, എനിക്ക് ആ മഹത്വമായവനെ ഒന്ന് കാണണം. അതെൻ്റെ തലവര മാറ്റും. That will change my destiny. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? ആ മൈൻഡിങ് അപ്പം ഞാൻ അവസാനിപ്പിക്കാം. ഈ പകൽ വന്നവർ ആളുകൾ രാത്രി കൂടെ വരാൻ ശ്രമിക്കണമേ. ഇതിൻ്റെ രണ്ടാം ഭാഗം നിങ്ങളുടെ അകത്ത് കരുത്ത് തരുന്നതാണ്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. കൊലോസ്യർ 1:27 വാക്യം, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ക്രൈസ്റ്റ് ഇൻ യു. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞാൽ യു ബി ദ കാരിയർ ഓഫ് ദാറ്റ് ഗ്ലോറി. നിങ്ങൾ ആ മഹത്വത്തെ വഹിക്കുന്നവരാണ്. സമർപ്പിച്ചുകൊള്ളൂ.
Master, once again I commit the entire congregation. Let your glory be manifested. അവിടുത്തെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണമേ. Let this very day, the very fasting prayer on this 5th day, be something that which transforms the lives of the people. That they be experiencing a breakthrough. They be experiencing a deliverance. They be receiving a special divine unction. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നീ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും. രാവിലെ ആ മഹത്വം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. മഹത്വവാനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആ മഹത്വം നിങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ. ഇന്ന് രാത്രി ആ മഹത്വം, ഇന്ന് പകൽ ആ മഹത്വത്തിൽ നിങ്ങൾ ചലിക്കാൻ തുടങ്ങിയാൽ, ആ മഹത്വവാനായവന്റെ കൂടെ നിങ്ങൾ ചലിക്കുവാൻ തുടങ്ങിയാൽ, nothing can ever destroy you. Nothing can ever break you. No power of darkness can ever reach you. No power of darkness can ever touch you. No power of darkness can ever catch you. പിശാചിന്റെ പ്രവർത്തികൾക്ക് നിങ്ങളെ തൊടുവാനോ പിടിക്കുവാനോ അടുത്തു വരുവാനോ കഴിയാതെ വണ്ണം നിങ്ങൾ മഹത്വത്തിൽ ജീവിക്കുന്നവരായി തീരും. ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആർക്കെങ്കിലും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ വരാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവിക ആലോചനയ്ക്ക് മുമ്പാകെ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിക്കാം. ആമേൻ. പ്രിയ കർത്തദാസൻ കൂടി വളരെ ആഴമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ നാം ഗ്രഹിപ്പാനിടയായി തീർന്നല്ലോ. വലിയ വിടുതലായി തീരുവാനിടയായി തീരട്ടെ. ദിനേഷ് പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, പരിശുദ്ധ കർത്താവേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ പകൽക്കാലം അങ്ങയുടെ അഭിഷേകത്തിലൂടെ കൽപ്പിച്ച നല്ല ആലോചനകൾക്കായി പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ, ഹല്ലേലൂയ. പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതികളെ ഓർത്ത് രാജാതിരാജാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഐശ്വര്യമായ ഞങ്ങളുടെ വചന ശുശ്രൂഷിപ്പ അവിടുത്തെ അഭിഷേകത്തെ